സമസ്തയുടെ അഭിഭാഷകൻ, ഇതിലെ ഹർജിക്കാരായിരുന്നു സമസ്തയുടെ അഭിഭാഷകൻ സുൽഫിക്കർ പ്രതികരിക്കുകയാണ് അതിലേക്ക്. ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 3 പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. റിവേഴ്സ് സ്റ്റാറ്റസ് കോ, അതായത് ഒരു പ്രോപ്പർട്ടി വഖഫാണോ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം തീരുന്നവരെ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരുമെന്ന പുതിയ വകുപ്പിലെ സെക്ഷൻ 3 പരിപൂർണമായും ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തർക്ക വസ്തുക്കൾ വഖഫ് സ്വത്തുക്കളായിട്ട് തന്നെ തുടരും. അതിൽ സർക്കാരിന്റെ ഇടപെടലുകളോ സർക്കാർ ഏറ്റെടുക്കലോ നടക്കില്ല. ഇത്തരത്തിലുള്ള വകുപ്പുകൾ, അതുപോലെ അമുസ്ലിങ്ങളുടെ വകുപ്പ് സെക്ഷൻ 3 വകുപ്പ്, അതുപോലെ ബോർഡിലെയും കൗൺസിലിലെയും നിയമനങ്ങളിൽ പരമാവധി 3-ലോ 4-ലോ കൂടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം, ഈ തരത്തിൽ വന്നിട്ടുള്ള ഇന്നത്തെ വിധി പരിപൂർണമായി നമുക്ക് പ്രതീക്ഷാജനകമാണ്. നമ്മൾ ഒരു പരിധിവരെ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിവാദ വകുപ്പുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തിയ വകുപ്പ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ 3C ആയിരുന്നു. ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ഗവൺമെന്റ് അതോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരും എന്നുള്ള ഒരു വകുപ്പായിരുന്നു. അത് ഇന്ത്യയിലെ മുഴുവൻ ഒട്ടനവധി വഖഫുകളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വകുപ്പായിരുന്നു. ആ വകുപ്പ് പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പാർലമെന്റിൽ നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. ഈ ഒരിക്കലും തിരിച്ചു വരുന്നില്ലെങ്കിൽ അത് വളരെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നുള്ള ആശ്വാസമായിരിക്കും. വളരെ പിന്നെ വഖഫ് അല്ലാതായി തീരും. മുഴുവൻ ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ, ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ പൗരാണികമായ വഖഫ് സ്വത്തുക്കൾ പരിപൂർണമായും ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ കുടില തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി. പരിപൂർണമായും സുപ്രീം കോടതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന, അതിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന മുഴുവൻ മതേതര വിശ്വാസികൾക്കും പ്രതീക്ഷാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പറഞ്ഞത് മിനിമം 2 എന്നായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മിനിമം 2 അംഗങ്ങളെങ്കിലും ബോർഡിലും കൗൺസിലും അമുസ്ലിങ്ങൾ വേണമെന്നും എത്ര വേണമെങ്കിലും സർക്കാർ അമുസ്ലിങ്ങളെ കുത്തിനിറയ്ക്കാമായിരുന്നു. ആ അവസ്ഥ മാറി മുസ്ലിം വിശ്വാസികളെ ഭൂരിപക്ഷമാക്കണമെന്നും കൂടിപ്പോയാൽ 3-ൽ കൂടരുത്. വഖഫ് ബോർഡുകളിൽ, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ 3-ൽ കൂടുതൽ മെമ്പർമാരെ അമുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചത്. അത് ഒഴിവാക്കുകയാണ്. ബോർഡുകൾ അമുസ്ലിങ്ങളെ കുറച്ച് അതിന്റെ മതപരമായ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. കളക്ടർ അധികാരം ഇതാണ്, ഒരു സെക്ഷൻ 3C വകുപ്പാണത്. സെക്ഷൻ 3C പ്രകാരം കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി, ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ ആ നിമിഷം മുതൽ അത് വഖഫ് അല്ലാതായി മാറും. പക്ഷെ ഇപ്പോൾ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾക്ക് സ്റ്റാറ്റസ് കോ ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ നിയമത്തിന്റെ മൊത്തത്തിലുള്ള ഭരണഘടനാ സാധുതയെക്കുറിച്ചുള്ള വാദങ്ങൾ പിന്നെ ഇനി കേൾക്കും. ചിലപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെട്ടേക്കാം. എന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. സുൽഫിക്കർ അലി സമസ്തയുടെ അഭിഭാഷകനാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സെക്ഷൻ 3C. അത് നിഷ്കർഷിച്ചിരുന്നത് ഈ നിയമത്തിൽ ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ട് എന്ന് ആരെങ്കിലും പരാതി കൊടുത്താൽ, ഒരു പരാതിയോ തർക്കമോ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വഖഫ് പ്രോപ്പർട്ടിയായി പരിഗണിക്കില്ല, ആ കേസ് തീരുന്നത് വരെ എന്നുള്ളതായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആരാധനാലയങ്ങൾ, മറ്റു വഖഫ് പ്രോപ്പർട്ടികൾ, അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വഖഫായി കണക്കാക്കുകയില്ല. അതോടുകൂടി അതിന്റെ അതുവരെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരു വലിയ പ്രശ്നവും ആശങ്കയുമായി ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു എന്നുള്ളതാണ്. അവരുടെ ആവശ്യം പരിഗണിക്കുന്നു. അവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണ് എന്ന് വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 3C സ്റ്റേ ചെയ്തിരിക്കുന്നു വഖഫ് നിയമത്തിലെ എന്നുള്ളതാണ്, പുതിയ വഖഫ് നിയമത്തിലെ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായ നടപടിയിൽ ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അഭിഭാഷകൻ സുൽഫിക്കർ അലി വിശദീകരിക്കുകയാണ്. അത് ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷാജനകവും മുന്നോട്ടുള്ള നിയമ പോരാട്ടത്തിന് ഊർജ്ജം പകരുന്നതും ഒരു പരിധിവരെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതും സാറ്റിസ്ഫൈ ചെയ്യുന്നതുമാണ് ഇന്നത്തെ ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇടക്കാല ഉത്തരവിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് നിയമ നടപടികൾ നീങ്ങുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇനി ഭരണഘടനാ സാധുത ഈ നിയമത്തിന്റെ മൊത്തത്തിൽ ഇത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ പരിശോധന സുപ്രീം കോടതിയിൽ നടക്കും. അതൊരു പക്ഷേ ഭരണഘടനാ ബെഞ്ചായിരിക്കും നടത്തുക. അതിനൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരിക്കും. അതൊക്കെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴുള്ള ഇടക്കാല ഉത്തരവ് ഇതുവരെ വിശദമായി വാദം കേട്ട് മെയ് 22 വിധി പറയാനായി മാറ്റിവെച്ചതായിരുന്നു എന്നുള്ളതാണ്.